Dear students, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹിസ്റ്ററി അഥവാ ചരിത്രമാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. ചരിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ക്ലാസ്സാണിത്. അപ്പം ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വിഷയം എന്ന് പറയുന്നത് ചരിത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ചരിത്രം? ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഹാവ് എ വെരി ബ്രീഫ് ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഹിസ്റ്ററി. നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകണം. നമ്മളൊരു വിഷയം പഠിക്കുമ്പം ആ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പം ഏത് ഭാഷയിൽ നിന്നാണ് ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന വാക്ക് വന്നത്, അങ്ങനെ കുറച്ച് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വസ്തുതകളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മനസ്സിലാക്കണം, ഹിസ്റ്ററി എന്ന വാക്കിനെയാണ് നമ്മൾ മലയാളത്തിൽ നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഈ ഹിസ്റ്ററി എന്ന വാക്ക് അത് പ്രധാനമായും ഡിറൈവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് ഉദ്ഭവിച്ചിട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ്. ഓക്കെ, അപ്പം ഗ്രീക്ക് ഭാഷയിലെ ഹിസ്റ്റോറിയ എന്ന വാക്കിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന പദം രൂപപ്പെട്ടത്. ഓക്കെ, അപ്പം എന്താണ് ഹിസ്റ്റോറിയ അല്ലെങ്കിൽ എന്താണ് ആ ഒരു വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം ഞാൻ പറയുന്നത് ഏതൊരു കാര്യവും ചരിത്രത്തിൽ നമ്മൾ പഠിക്കുമ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നമ്മളൊരു വർഷങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റു വസ്തുതകൾ ബൈഹാർട്ട് ചെയ്യുകയോ എന്നുള്ളതല്ല. നമ്മൾ ചരിത്രത്തെ ആ രീതിയിലല്ല നമ്മൾ അവലംബിക്കേണ്ടത്. നേരെ മറിച്ച് ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കില്ല. അപ്പോൾ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു വെച്ചതിലോട്ടാണ് വരുന്നത്. ഹിസ്റ്ററി എന്ന വാക്ക് വന്നത് ഗ്രീക്ക് പദമായിട്ടുള്ള ഹിസ്റ്റോറി എന്ന വാക്കിൽ നിന്നാണ്. ഹിസ്റ്റോറിയ. ഓക്കെ, അപ്പം ഹിസ്റ്റോറി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അപ്പം ഹിസ്റ്റോറി എന്ന വാക്കിൻ്റെ അർത്ഥം ടു നോ അല്ലെങ്കിൽ റീസേർച്ച് ഓർ എൻക്വയറി, ഒരു അന്വേഷണമാണ്. ഓക്കെ, അപ്പം എന്തിനെക്കുറിച്ചുള്ള അന്വേഷണം? അപ്പം പ്രധാനമായിട്ട് മനസ്സിലാക്കണം, ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഭൂതകാലങ്ങളിൽ നടന്നിട്ടുള്ള പല ഇവൻസുകളുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ഒരു വിഷയമാണ് ചരിത്രം. ഓക്കെ, അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തെന്ന് വിചാരിക്കുക. ഒരു മാസം മുൻപ് പ്രിപ്പയർ ചെയ്തു, അതായത് അത് പാസ്റ്റ് ആണ്. ഓക്കെ, നേരെ മറിച്ച് നാളെ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു ചാപ്റ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫ്യൂച്ചറാണ്. അതൊരിക്കലും ഒരു നമ്മൾക്ക് പാസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് എനിക്ക് ഇത്രയേ ഉള്ളൂ, എന്താണ് കൃത്യമായിട്ട് പാസ്റ്റും എന്താണ് ഫ്യൂച്ചറും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണയുണ്ടാകണം. അതായത് പാസ്റ്റ് അല്ലെങ്കിൽ ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞ സംഭവങ്ങളാണ്. ഓക്കെ, അതായത് ഒരു ഇവൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതിനെയാണ് നമ്മൾ ഭൂതകാലങ്ങളിൽ നടന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്, അതായത് പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ചരിത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇത്തരത്തിൽ ഭൂതകാലങ്ങളിൽ നടന്നിട്ടുള്ള ഇവൻസിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഓക്കെ, അപ്പം അത്തരത്തിൽ ചരിത്രം ഇനി എഴുതുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. അതായത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പം അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ പഠിക്കണം. അല്ലാത്ത പക്ഷം നമ്മളിത് ജസ്റ്റ് ഒരു ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒരു വസ്തുത മറന്നുപോയാൽ നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ബാക്കി കിട്ടില്ല. നേരെ മറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ ആ വിഷയം പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നതിൽ കുറെ കൂടെ സഹായകരമാകും. ഓക്കെ, അപ്പം മനസ്സിലാക്കണം, ഹിസ്റ്ററി എന്ന വാക്ക് പ്രധാനമായും ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിലെ ഹിസ്റ്റോറിയ എന്ന വാക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പം എൻക്വയറി എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ആ ഒരു വാക്കിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ആരാണ് ചരിത്രത്തിൻ്റെ പിതാവ്, അല്ലെങ്കിൽ ആരാണ് ഹൂ ഇസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി? ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നിങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതേണ്ട ഉത്തരം ഹെറോഡോട്ടസ് എന്ന ഗ്രീക്ക് ചരിത്രകാരൻ്റെ പേരാണ്. ഓക്കെ, അപ്പം ഓർമ്മിക്കുക ഹിസ്റ്ററി എന്ന പദം രൂപപ്പെട്ടതും ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഹിസ്റ്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഒരു ഗ്രീക്ക് ചരിത്രകാരനാണ്. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ വരുന്ന നമുക്ക് മുന്നിലോട്ട് വരുന്ന ഒരു ചരിത്രം എന്ന് പറയുന്നത് എഴുതുന്നത് ആരാണ്, അല്ലെങ്കിൽ ഹൂ ഇസ് റൈറ്റിംഗ് ഹിസ്റ്ററി? ഓക്കെ, അപ്പം അത്തരത്തിൽ ചരിത്രം എഴുതുന്ന ആളെ നമ്മൾ പറയുന്നത് ചരിത്രകാരൻ അഥവാ ഹിസ്റ്റോറിയൻ എന്നാണ്. ഓക്കെ, അപ്പം ഹിസ്റ്റോറിയൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രം എഴുതുന്നത്?
ഇപ്പം സേ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾക്ക് ഇപ്പം കേരളത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ നമുക്ക് മലബാർ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ, അതായത് കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സ് വന്നിട്ടുള്ള അവർ ഭരിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ആ കൊളോണിയൽ കാലഘട്ടത്തെ മലബാറിനെ കുറിച്ച് ഞാനിപ്പോൾ സപ്പോസ് ഞാൻ ഒരു ചരിത്രം എഴുതാൻ പോവുകയാണ്. അതായത് ആ മലബാർ കൊളോണിയൽ കാലഘട്ടത്തിലുള്ള ആ ഒരു പെർട്ടിക്കുലർ കാലഘട്ടത്തിനെ കുറിച്ച് ഒരു ചരിത്രം എഴുതാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അതായത് നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് അത്തരത്തിലൊരു മലബാറിൻ്റെ ചരിത്രം എഴുതണമെങ്കിൽ എനിക്ക് ചില വസ്തുതകൾ ആവശ്യമാണ്. അതായത് ഞാൻ ഒരു ബുക്കും പെന്നും എടുത്തിട്ട് ഓക്കെ ഫൈൻ, ഞാൻ നാളെ മലബാറിൻ്റെ ഒരു ചരിത്രം എഴുതാൻ പോവുകയാണ്. അപ്പം ഓക്കെ, ഞാൻ ആലോചിച്ചെഴുതാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമാജിനേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുന്നത് അതിനെ ഒരിക്കലും നമുക്ക് ചരിത്രം എന്ന് പറയാൻ പറ്റില്ല. അത് കേവലം ഒരു കഥ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എനിക്ക് മലബാറിൻ്റെ ഒരു കഥ എഴുതാം, നേരെ മറിച്ച് മലബാറിൻ്റെ ചരിത്രം എഴുതണമെങ്കിൽ എനിക്ക് കൃത്യമായ വസ്തുതകൾ ആവശ്യമാണ്. അതായത് ചരിത്രകാരന് ചരിത്രം നിർമ്മിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എവിഡൻസുകളുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ചരിത്രത്തിൽ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത്. അതായത് ചരിത്രകാരന് ചരിത്രം എഴുതാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് രേഖകളുണ്ട്. ഓക്കെ, ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചരിത്രം എഴുതേണ്ടത്. അതായത് കേവലം ഒരു ഇമാജിനേഷനിലൂടെ നമുക്കൊരിക്കലും ചരിത്രം എഴുതാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഓൺലി സ്റ്റോറീസ്, അതായത് അതൊരു കഥ മാത്രമേ ആകൂ. അപ്പോൾ ചരിത്രം എഴുതണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ആധികാരികതയുള്ള എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ചരിത്രകാരൻ ചരിത്രം എഴുതേണ്ടത്. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ടത് നമുക്ക് മുന്നിലോട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള പല ചരിത്രങ്ങളും ഇത്തരത്തിൽ ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ളതാണ്. അപ്പം ചരിത്രം എഴുതുന്ന ആളെയാണ് നമ്മൾ ചരിത്രകാരൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഹിസ്റ്ററി എന്ന വാക്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദം ഇതിഹാസ എന്ന വാക്കാണ്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ ചരിത്രത്തെ നമ്മൾക്ക് പ്രധാനമായിട്ടും 3 തരംതിരിക്കാൻ പറ്റുന്നത്: ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പം നിങ്ങൾക്ക് ഇനി നമ്മൾ ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ആദ്യത്തെ കുറച്ച് ചാപ്റ്ററുകൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾക്ക് എന്താണ് മിഡീവൽ എന്നുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തെ പ്രധാനമായിട്ടും നമ്മൾ തരംതിരിക്കുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, ഓക്കെ, അല്ലെങ്കിൽ പ്രാചീന ഇന്ത്യയുടെ ചരിത്രം, ഓക്കെ, അല്ലെങ്കിൽ ആദ്യകാല ഇന്ത്യയുടെ ചരിത്രം എന്ന രീതിയിൽ മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തേത് പറഞ്ഞത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ മധ്യകാല ഇന്ത്യയുടെ ചരിത്രം. ഓക്കെ, അതായത് ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അത് എന്തൊക്കെയാണെന്നുള്ളത് അതത് ചാപ്റ്ററുകൾ വരുമ്പോൾ പറയുമ്പോഴാണ് കുറെ കൂടെ നിങ്ങൾക്ക് വ്യക്തമാവുക. ഇനി അടുത്തത് ലാസ്റ്റിലത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്, ആധുനിക ഇന്ത്യ ചരിത്രം. ഓക്കെ, അതായത് ആധുനിക ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോരോ ചാപ്റ്ററുകൾ വരുമ്പോഴും പറയാം. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തെ തരംതിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കുക, ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, ഇനി നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഒരു ചാപ്റ്ററിലോട്ട് വരാം. ഓക്കെ, നമ്മളുടെ ആദ്യത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, അപ്പം ചാപ്റ്റർ 1 ഒന്നാമത്തെ ചാപ്റ്റർ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കുക. അതാണ് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പം ഞാൻ നേരത്തെ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട വസ്തുതകൾ പറഞ്ഞു, റൈറ്റ്? എന്താണ് ചരിത്രം, ഓക്കെ, അല്ലെങ്കിൽ ആരാണ് ചരിത്രം എഴുതുന്നത്, ഏത് ഭാഷയിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് വന്നത്, ഇനി ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ അത് ഏത് പദമാണ്, അതെല്ലാം കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ ഒരിക്കലും ഒരു ചരിത്രകാരൻ്റെ ഇമാജിനേഷൻ അല്ല അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതുന്നത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നല്ല. ഓക്കെ, നേരെ മറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ചരിത്രം എഴുതുന്നത്. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ അത്തരത്തിൽ എഴുതുന്ന ചരിത്രത്തിന് അവലംബിക്കുന്ന സോഴ്സസ് അല്ലെങ്കിൽ രേഖകളെയാണ് നമ്മൾ ഹിസ്റ്ററിയുടെ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് അഥവാ എവിഡൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത് ചരിത്രകാരന് ചരിത്രം എഴുതാൻ ആവശ്യമായിട്ടുള്ള രേഖകളാണ്. ഓക്കെ, ഇനി അതിനൊരു പ്രധാനമായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ, ചരിത്രകാരന് ചരിത്രം എഴുതാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഒരു വസ്തുത എഴുതണമെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, കൃത്യമായിട്ടുള്ള രേഖകൾ നോക്കണം. എന്താണ് ആ ഒരു കൃത്യമായ രേഖയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കണം ചരിത്രകാരന് ചരിത്രം എഴുതേണ്ടത്. അതായത് ചരിത്രകാരൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ചരിത്രം എഴുതേണ്ടത്. അത്തരം ചരിത്രം എന്ന് പറയുന്നത് കേവലം അവനവൻ്റെ താല്പര്യങ്ങൾക്കുള്ള ചരിത്രമായിരിക്കും. ഒരിക്കലും അത് കൃത്യമായി നടന്നിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ടത് രേഖകളാണ് വളരെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ എവിഡൻസസ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഭൂതകാലത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ചരിത്രകാരൻ ചരിത്രം എഴുതേണ്ടത്. ഓക്കെ, അപ്പം അത്തരത്തിൽ സഹായകരമാകുന്ന എവിഡൻസിനെയാണ് പ്രധാനമായിട്ടും നമുക്ക് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ പറ്റിയൊരു ധാരണയുണ്ടല്ലോ. അപ്പം എന്താണ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ചരിത്രകാരന് ചരിത്രം എഴുതാൻ ഉപയോഗിക്കുന്ന എവിഡൻസിനെയാണ്. ഇനി ഞാൻ പറയുന്നത് ഏതൊക്കെ ഡിവിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സസിനെ രണ്ടായിട്ട് പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രധാനമായിട്ടുമുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത് ഒന്ന് ലിറ്റററി സോഴ്സ്. ഓക്കെ, അതായത് നമുക്കറിയാം ആ ഒരു പെർട്ടിക്കുലർ സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാക്കിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും അല്ലേ. അതായത് എഴുതപ്പെട്ടിട്ടുള്ള അതായത് എന്തൊക്കെയാണോ എഴുതപ്പെട്ടിട്ടുള്ള സോഴ്സുകൾ അതിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ സോഴ്സസ് അല്ലെങ്കിൽ ലിറ്റററി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ പുരാവസ്തു സ്രോതസ്സുകൾ. ഓക്കെ, അതിൽ ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുക്കുമ്പോൾ പറയാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ചരിത്രകാരൻ്റെ അദ്ദേഹത്തിൻ്റെ സോഴ്സസിനെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യത്തേത് ഏതായിരുന്നു? ലിറ്റററി സോഴ്സസ്, റൈറ്റ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നതാണ് ആർക്കിയോളജിക്കൽ സോഴ്സസ്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ ഇപ്പം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്റററി സോഴ്സ് ആണ്. ഓക്കെ, ആ ഒരു ലിറ്റററി സോഴ്സസിനെ നമുക്ക് ഇനിയും അതിനും ഒരു ഡിവിഷൻ ഉണ്ട്. അതായത് അങ്ങനെ ഡിവിഷനായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, അപ്പം അതേതാണെന്ന് വെച്ചാൽ ലിറ്റററി സോഴ്സസിനെ തന്നെ ഇനിയും നമ്മൾക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്ലോ ചാർട്ട് പോലെ എഴുതി നോക്കാം. ഓക്കെ, അതായത് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്നിട്ട് അതിന് രണ്ട് ഡിവിഷൻ കൊടുക്കുക, ലിറ്റററി സോഴ്സസ് ആൻഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ്. എന്നിട്ട് ലിറ്റററി സോഴ്സസ് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അതിനെ അഗെയിൻ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആ ലിറ്റററി സോഴ്സസ് തന്നെ നമ്മൾക്ക് ഫസ്റ്റ് ആയിട്ട് പറയേണ്ടത് റിലീജിയസ് ലിറ്ററേച്ചർ. ഓക്കെ, രണ്ടാമത്തായിട്ട് പറയേണ്ടത് സെക്യുലർ ലിറ്ററേച്ചർ. അപ്പം ഈ ഒരു രണ്ട് ഡിവിഷനേ ഇവിടെയും വരുന്നുള്ളൂ. അപ്പം ആദ്യം ആലോചിക്കുക, നിങ്ങളുടെ ഫ്ലോ ചാർട്ടിൽ ആദ്യം എഴുതേണ്ട ഹെഡിങ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. ഓക്കെ, എന്നിട്ട് അതിന് രണ്ട് ലൈൻ താഴോട്ട് വരയ്ക്കുക. ഓക്കെ, ഒന്നിൽ ആദ്യം എഴുതേണ്ടത് ലിറ്റററി സോഴ്സസ്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് അടുത്ത ആ ഒരു രണ്ടാമത്തെ ഒരു സെക്ഷനിൽ വരേണ്ടത് ആർക്കിയോളജിക്കൽ സോഴ്സസ്. ഇനി ലിറ്റററി സോഴ്സസിനെ തന്നെ നമുക്ക് വീണ്ടും തരംതിരിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു? ഒന്ന് റിലീജിയസ് ലിറ്റററി സോഴ്സസ്. ഓക്കെ, അല്ലെങ്കിൽ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ആ ഒരു വാക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, റിലീജിയസ് ലിറ്ററേച്ചർ. റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് മതമാണ്, റൈറ്റ്. അപ്പം മതപരമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്താണ്? സെക്യുലർ ലിറ്ററേച്ചർ. ഓക്കെ, ആ സെക്യുലർ ലിറ്ററേച്ചറിൽ ഒരിക്കലും മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല എഴുതുക. അതൊരു പക്ഷെ ഒരു രാജാവിൻ്റെ ചരിത്രമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ എംപയറിനെ കുറിച്ചിട്ടുള്ള കൃതി. ഓക്കെ, അവിടുത്തെ ഒരു സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. അത്തരത്തിൽ മതപരമല്ലാത്ത വസ്തുതകൾ ഉള്ളതിനെയാണ് നമ്മൾ സെക്യുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ലിറ്റററി സോഴ്സിലെ റിലീജിയസ് ലിറ്ററേച്ചർ ആണ്. റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കണം, അത് മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ഓരോ മതവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ കംപ്ലീറ്റ് കാറ്റഗറിനെയാണ് നമ്മൾ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം നമുക്കറിയാം ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നമ്മൾക്ക് ഹിന്ദുയിസം വളരെ പ്രധാനപ്പെട്ട ഒരു റിലീജിയനാണ് അല്ലേ. അതുപോലെ തന്നെ വന്നിട്ടുള്ള ചില റിലീജിയനാണ് ബുദ്ധിസം, ജൈനിസം. ഇതെല്ലാം ആ ഏൻഷ്യൻ കാലഘട്ടത്തിൽ രൂപപ്പെട്ട മറ്റു പല മതങ്ങളാണ്. ഓക്കെ, ഈ മതങ്ങളെല്ലാം ഓരോ കാലഘട്ടത്തിലും അവരുടേതായിട്ടുള്ള ചില ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പൊതുവായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ആദ്യമായിട്ട് പറയുന്നത് ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിട്ടുള്ള ചില ലിറ്ററേച്ചറുകളാണ്, ചില ഗ്രന്ഥങ്ങളാണ്. ഓക്കെ, അപ്പം ഹിന്ദുയിസമായിട്ട് പറയുമ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾക്ക് വേദ കാലഘട്ടം എന്ന് പറയുന്നത് ഹിന്ദു റിലീജിയനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഓക്കെ, ആ വേദ കാലഘട്ടം തന്നെ നമ്മൾക്ക് ആദ്യ വേദ കാലഘട്ടം എന്നും പിൽക്കാല കാലഘട്ടം എന്നും പറയുന്നുണ്ട്. അത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ കൂടുതൽ പറയാം. ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ കമ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളെയാണ് പൊതുവെ നമ്മൾ വേദിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ വേദ സാഹിത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റിലീജിയസ് ലിറ്ററേച്ചറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് വേദിക് ലിറ്ററേച്ചർ. അതിന് നമ്മൾ കൂട്ടമായിട്ടാണ് വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പം വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വേദ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അത് ആദ്യ വേദ കാലഘട്ടത്തിലാകാം, പിൽക്കാല കാലഘട്ടത്തിലാകാം. ഈ രണ്ട് കാലഘട്ടങ്ങളിലും എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളെ പൊതുവായിട്ട് നമ്മൾ ചരിത്രത്തിൽ പറയുന്നതാണ് വേദ സാഹിത്യം അഥവാ വേദിക് ലിറ്ററേച്ചർ. ഓക്കെ, ഇനി ഈ വേദിക് ലിറ്ററേച്ചർ അഥവാ വേദ സാഹിത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില കൃതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പം ഓരോ മതവുമായി അസോസിയേറ്റഡ് അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അതിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ കൃതികളെയാണ് നമ്മൾ പൊതുവെ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വേദിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതിലെ ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കൃതി എന്ന് പറയുന്നത് വേദങ്ങളാണ്. ഓക്കെ, അപ്പം വേദങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര വേദങ്ങളുണ്ട്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എത്ര വേദങ്ങളാണ് മൊത്തത്തിലുള്ളതെന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പം നിങ്ങൾ എഴുതേണ്ട ഉത്തരം എന്ന് പറയുന്നത് 4 വേദങ്ങളാണ് പൊതുവായിട്ട് പിൽക്കാല കാലഘട്ടത്തിലും ആദ്യകാല കാലഘട്ടത്തിലുമായിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളുടെ കൈവശമുള്ള എഴുതപ്പെട്ടിട്ടുള്ള ആകെ വേദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 4 വേദങ്ങളാണ്. ഓക്കെ, ഇനി ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള വേദം ഏതാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എഴുതപ്പെട്ട വേദത്തിനെയാണ് നമ്മൾ ഋഗ്വേദ എന്ന് പറയുന്നത്. ഓക്കെ, ഋഗ്വേദ എന്ന് പറയുന്നത് ആദ്യ വേദ കാലഘട്ടത്തിനെയാണ് നമ്മൾ ഋഗ്വേദിക് ഏജ് എന്ന് പറയുന്നുണ്ട്. അതായത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യ വേദ കാലഘട്ടത്തിൽ, അതായത് മനസ്സിലാക്കണം, വേദ കാലഘട്ടം തന്നെ ഏർലി വേദിക്കും എന്നുണ്ട്, ലേറ്റർ വേദിക്കും എന്നുണ്ട്. ഏർലി വേദിക് കാലഘട്ടം അല്ലെങ്കിൽ ആദ്യ വേദ കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിനെ ഋഗ്വേദ കാലഘട്ടം എന്നും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആദ്യകാല വേദ കാലഘട്ടത്തിലാണ് ഈ ഒരു ഋഗ്വേദ എന്നൊരു വേദ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത്രയേ ഉള്ളൂ. ഋഗ്വേദിക് പീരീഡ് എന്ന് ഏർലി വേദിക് പീരീഡിനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിലാണ് ഋഗ്വേദ എഴുതപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളുടെ കയ്യിൽ 3 വേദങ്ങളാണ്. ഞാൻ പറഞ്ഞു മൊത്തത്തിൽ 4 വേദങ്ങളുണ്ട്, റൈറ്റ്? ഓക്കെ, ആദ്യത്തെ വേദ എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ഏർലി വേദിക് പീരീഡാണ്. ആദ്യ വേദ കാലഘട്ടത്തിലാണ് ഋഗ്വേദ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾക്ക് 3 വേദം കൂടെ ബാക്കിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സാമവേദ, യജുർവേദ, അഥർവവേദ. ഓക്കെ, അപ്പം മൊത്തത്തിൽ നമ്മൾക്ക് വേദിക് ലിറ്ററേച്ചർ പറയുമ്പം അതിലുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നതാണ് വേദങ്ങൾ. ഓക്കെ, ആ വേദങ്ങൾ പൊതുവായിട്ട് 4 വേദങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ വേദം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഋഗ്വേദമാണ്. അപ്പം ആ ഋഗ്വേദം എഴുതപ്പെട്ടിട്ടുള്ളത് വേദ കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പം മനസ്സിലാക്കണം, ഈ 4 വേദങ്ങളിൽ ഈ ഋഗ്വേദ മാത്രമാണ് ആദ്യ വേദ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളത്. ബാക്കി 3 എഴുതിയിട്ടുള്ളത് പിൽക്കാല വേദ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു മറ്റു 3 എണ്ണം?
ഓക്കെ, സാമവേദം, യജുർവേദം, അഥർവവേദം. ഓക്കെ, അങ്ങനെ 4 വേദങ്ങളാണ് മൊത്തത്തിലുള്ളത്. അപ്പം വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, വേദങ്ങൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ്. ഓക്കെ, വേദങ്ങളല്ലാതെ വേറെയും കുറേ കൃതികൾ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനെ നമ്മൾക്ക് ഉപനിഷത്സ് എന്ന് പറയാം. അതൊരു ഫിലോസഫിക്കലായിട്ടുള്ള തത്വചിന്തപരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ആരണ്യകാസ്, ഓക്കെ, പിന്നീട് വരുന്ന വേദാന്താസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടത്, വേദകാലഘട്ടത്തിന് അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചറിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഓർമ്മിക്കേണ്ട 2 ഗ്രന്ഥങ്ങളാണ് നമ്മളുടെ എപ്പിക്സ് എന്ന് പറയുന്ന പുരാണങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് മഹാഭാരതവും രാമായണവും. ആ പേര് കേൾക്കാത്തവർ ഉണ്ടാവില്ല, നമുക്ക് ഫെമിലിയർ ആണ്. അപ്പം മനസ്സിലാക്കണം, ഈ മഹാഭാരതവും രാമായണവും ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ലിറ്ററേച്ചറിനെയാണ് നമ്മൾ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പം അത് ലിറ്റററി സോഴ്സസിലെ റിലീജിയസ് ലിറ്ററേച്ചറിന്റെ ഒരു ഭാഗമാണ്, അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം അത് ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്ററേച്ചറിനെയാണ് നമ്മൾ വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വേദിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ വേദസാഹിത്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. ഓക്കെ, അപ്പം ഏർലി വേദിക് കാലഘട്ടം അല്ലെങ്കിൽ ആദ്യവേദ കാലഘട്ടത്തിലും പിൽക്കാല വേദ കാലഘട്ടത്തിലും എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളെയാണ് മൊത്തത്തിൽ നമ്മൾ വേദസാഹിത്യം എന്ന് പറയുന്നത്. അപ്പം ഈ വേദസാഹിത്യം എഴുതിയിട്ടുള്ള ഭാഷ അല്ലെങ്കിൽ അത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, സംസ്കൃതം എന്ന ഭാഷ സമൂഹത്തിലെ ആ കാലഘട്ടത്തിലെ സമൂഹത്തിലെ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു ഭാഷയല്ല. ഓക്കെ, നമുക്കറിയാം സമൂഹത്തിൽ പലപ്പോഴും നമ്മളുടെ കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസിൻ്റെ പേരിൽ കാറ്റഗറി ചെയ്യും അല്ലേ. അപ്പം ആ ഒരു ഏൻഷ്യൻ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഒരു ചാതുർവർണ്ണ സിസ്റ്റം നിലവിലുണ്ടായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ വരുമ്പോൾ പറയും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, സമൂഹം പിൽക്കാല വേദ കാലഘട്ടമായപ്പോഴേക്കും ഓൺ ദി ബേസിസ് ഓഫ് ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ജാതി എന്ന രീതിയിൽ അവിടെ ഡെവലപ്പ് ആവുകയാണ്. ഓക്കെ, അത് പ്രധാനമായിട്ടും ബ്രാഹ്മിൺസ്, ക്ഷത്രിയ, വൈശ്യാസ്, ശൂദ്രാസ്, ഇങ്ങനെ 4 വർണ്ണങ്ങളായിട്ട് അതിനെയാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. അത് പ്രധാനമായും പിൽക്കാല വേദ കാലഘട്ടമായപ്പോഴാണ് അത്തരത്തിൽ സമൂഹം ഇങ്ങനെ ഒരു വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് എന്ന പേരിൽ കൃത്യമായിട്ട് വരുന്നത്. അപ്പം മനസ്സിലാക്കണം, സംസ്കൃതം എന്ന ഭാഷ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ശൂദ്രന്മാർക്ക്, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ശൂദ്രന്മാർക്ക് മനസ്സിലാകുന്നൊരു ഭാഷയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഭാഷ പഠിക്കുന്നില്ല. ആ ഭാഷ പഠിക്കാത്തിടത്തോളം കാലം ആ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ അവർക്ക് മനസ്സിലാക്കില്ല. ഓക്കെ, അതായത് ആ ഭാഷ പഠിക്കരുത് എന്നുള്ളത് അന്നത്തെ സമൂഹത്തിൽ നിലവിലുണ്ടായിട്ടുള്ളൊരു കൃത്യമായിട്ട് പറയുന്നതാണ്. അതായത് ശൂദ്രന്മാർ ഒരിക്കലും വേദങ്ങൾ പഠിക്കാൻ പാടില്ല. ഓക്കെ, ഈ ഒരു സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുൻപൊക്കെ ദ്രോണാചാര്യയുടെയും ഏകലവ്യന്റെയും ഒരു കഥ. ഓക്കെ, അതായത് ഏകലവ്യൻ എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേദങ്ങൾ പഠിക്കാൻ അദ്ദേഹത്തിന് സമൂഹം അനുവദിക്കുന്നില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജാതിയുടെ പേരിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ വേദങ്ങൾ പഠിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ഗുരുകുലത്തിലൊന്നും പോകാൻ പറ്റാതെ അങ്ങനെ ഒളിഞ്ഞും മറഞ്ഞുമാണ് ഏകലവ്യൻ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെ പഠിച്ചിട്ട് പിന്നീട് ദ്രോണാചാര്യരോട് എന്താണ് ഗുരുദക്ഷിണയായിട്ട് വേണമെന്ന് ചോദിക്കുമ്പോൾ ദ്രോണാചാര്യർ അദ്ദേഹത്തിൻ്റെ തള്ളവിരലാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അതായത് തള്ളവിരലില്ലാതെ അമ്പെയ്താൻ, അതായത് ഉദാഹരണമായിട്ട് പറയാണ്, അത്തരത്തിൽ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യനോട് പറയുന്നത് നിങ്ങളുടെ തള്ളവിരൽ വേണമെന്നാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വേദസാഹിത്യങ്ങൾ ഒന്നും പഠിക്കാനുള്ള ഒരു അവസരമില്ലായിരുന്നു. അപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് വേദകാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ ഒരു വേദകാല സാഹിത്യം അല്ലെങ്കിൽ വേദസാഹിത്യം മൊത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. ആ സംസ്കൃതം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയല്ലായിരുന്നു. ഒരു വരേണ്യവർഗത്തിൻ്റെ ഭാഷയായിട്ടായിരുന്നു സംസ്കൃതത്തെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് മറ്റൊരു റിലീജിയസ് ടെക്സ്റ്റുകളാണ്. 2 പ്രധാനപ്പെട്ട റിലീജിയസ് ടെക്സ്റ്റുകളാണ്. അതെന്ന് പറയുന്നത് ബുദ്ധിസവും ജൈനിസവുമാണ്. ആ 2 മതവുമായി ബന്ധപ്പെട്ട് ചില കൃതികൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ സംസ്കൃതത്തെ ആ കൃത്യമായിട്ട് ഊന്നി പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ബുദ്ധിസവും ജൈനിസവും അവരുടെ കൃതികൾ എഴുതിയത് ഒരിക്കലും സംസ്കൃതത്തിലല്ലായിരുന്നു.
ഓക്കെ, അവർ പ്രാദേശിക ഭാഷയായിട്ടുള്ള പാലി ഭാഷയിലും പ്രാകൃത് ഭാഷയിലുമായിരുന്നു അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം മനസ്സിലാക്കണം, അതെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, സമൂഹത്തിലെ എല്ലാ അടിത്തട്ടിലുള്ളവർക്കും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ പ്രാദേശിക ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളും ജൈനിസ്റ്റ് ടെക്സ്റ്റുകളും പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ള ഭാഷ അല്ലെങ്കിൽ അവരെഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പ്രധാനമായിട്ടും പ്രാദേശിക ഭാഷകളിലായിരുന്നു. അവരൊരിക്കലും വരേണ്യവർഗത്തിൻ്റെ സംസ്കൃതം എന്ന ഭാഷ ഉപയോഗിച്ചില്ല. അവരുപയോഗിച്ചിട്ടുള്ളത് പാലി ഭാഷയും അതോടൊപ്പം പ്രാകൃത് എന്ന ഭാഷയുമാണ്. അപ്പം അത്തരത്തിൽ അങ്ങനെ ഒരു വരേണ്യവർഗത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിസവും ജൈനിസവും അവരുടെ കൃതികൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊരു റിലീജിയസ് ടെക്സ്റ്റുകൾ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പം സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. അതായത് എല്ലാവർക്കും മനസ്സിലാക്കണം. ഓക്കെ, അവരവരുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാതെ പോവുക എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അതിലൊരു വിവേചനമുണ്ട്, അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് മതങ്ങളും കൃത്യമായിട്ട് 6-ാം നൂറ്റാണ്ടിലാണ് ഈ മതങ്ങളുടെ ഒരു രൂപം അല്ലെങ്കിൽ അത് എമേർജ് ചെയ്യുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെയാണ് ബുദ്ധിസവും ജൈനിസവും വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ബുദ്ധിസവും ജൈനിസവും ഈ മതങ്ങൾ അവരുടേതായിട്ടുള്ള കൃതികൾ എഴുതിയിട്ടുണ്ട്. അപ്പം ആ കൃതികളിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷയാണ്. ഓക്കെ, ഇനി ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയേണ്ട റിലീജിയസ് ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് ബുദ്ധിസത്തിനെ സംബന്ധിച്ച് പീഡികാസ് എന്നുള്ളതാണ്. അപ്പോൾ പീഡികാസ് എന്ന് പറയുന്നത് ബുദ്ധമതത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, മതപരമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കൃതികളാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പീഡികാസ് ആണ്. അതിലൊന്ന് പീഡികാസ് തന്നെ 3ആയിട്ടാണ് മൊത്തത്തിലുള്ളത്. അതിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞു 3ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വിനയപീഠിക, സൂക്തപീഠിക, അഭിധമ്മ പീഠിക. ഇത്തരത്തിൽ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ത്രിപീഠികാസ്. അത് 3 എണ്ണമാണുള്ളത്: വിനയപീഠിക, സൂക്തപീഠിക, അഭിധമ്മ പീഠിക. ഇനി രണ്ടാമതായിട്ട് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിൽ പറയുന്നത് ജാതക സ്റ്റോറിയാണ്. ജാതക സ്റ്റോറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രീവിയസ് ബർത്ത് സ്റ്റോറീസ് ഓഫ് ബുദ്ധന്റെ ആദ്യകാല ജന്മങ്ങളിലെ കഥകളാണ് പ്രധാനമായിട്ടും ജാതക സ്റ്റോറിയിൽ പറയുന്നത്. അപ്പം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട റിലീജിയസ് ടെക്സ്റ്റുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പീഠികാസ്, അതായത് വിനയപീഠിക, സൂക്തപീഠിക, അഭിധമ്മ പീഠിക. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് ബുദ്ധമതവുമായി പറഞ്ഞിട്ടുള്ളത് ജാതക സ്റ്റോറീസ് ആണ്. അപ്പൊ ജാതക സ്റ്റോറീസ് എന്താണ്? അത് പ്രധാനമായിട്ടും ബുദ്ധന്റെ ആദ്യകാല ജന്മങ്ങളിലുള്ള കഥകളെ കുറിച്ചാണ്, അതായത് പ്രീവിയസ് ബർത്ത് സ്റ്റോറീസ് ഓഫ് ഇതാണ് ബുദ്ധിസ്റ്റ് റിലീജിയസ് ടെക്സ്റ്റുകളെ കുറിച്ച് പറയേണ്ടത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി ഒരൊറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ജൈനിസ്റ്റ് ടെക്സ്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ജൈൻ ടെക്സ്റ്റ് പ്രധാനമായിട്ടും പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അങ്കാസ് എന്നുള്ള കൃതിയാണ്. അപ്പോൾ ജൈന മതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതിയാണ് അങ്കാസ്. അത് പ്രധാനമായിട്ടും ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ജൈനമതത്തിന്റെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ അതിന് തത്വചിന്തപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കൃതിയാണ് അങ്കാസ്. ഇത്തരത്തിലുള്ള പ്രധാനമായിട്ടും റിലീജിയസ് ടെക്സ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നിട്ടുള്ള മതമായ ബുദ്ധിസവും ജൈനിസവും മുന്നോട്ട് വെച്ചിട്ടുള്ള കൃതികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധമതത്തിൻ്റെത് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പീഠികാസ് ആണ്. അത് വിനയപീഠിക, സൂക്തപീഠിക, അഭിധമ്മ പീഠിക. മൊത്തത്തിൽ 3 പീഠികാസ് ആണ്. അതുകൊണ്ടാണ് അത് ത്രിപീഠികാസ് എന്ന് പറയുന്നത്. രണ്ടാമത് ബുദ്ധമതത്തിൽ വരുന്നത് ജാതക സ്റ്റോറീസ് ആണ്. അതെന്തായിരുന്നു? പ്രീവിയസ് ബർത്ത് സ്റ്റോറീസ് ഓഫ് ബുദ്ധ, അല്ലേ? ഇനി ജൈനമതത്തിലുള്ള പ്രധാനപ്പെട്ട കൃതി ഏതാണ്? അങ്കാസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഹിന്ദുയിസത്തിലുള്ളതാണ് നമ്മൾ പറഞ്ഞ വേദിക് ലിറ്ററേച്ചർ. ഇനി ബുദ്ധിസത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ത്രിപിടികാസ്, ജാതക സ്റ്റോറീസ്. ഇനി ജൈന മതത്തിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു അങ്കാസ്. ഇത്തരത്തിൽ ഓരോ മതവുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള കൃതികളെയാണ് നമ്മൾ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു.